ചെയ്യാൻ പോകുന്നത് ക്ലാസ് 12ലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് സ്ഥിരവൈദ്യുത പൊട്ടൻഷ്യലും കപ്പാസിറ്റൻസും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ആ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം? തീർച്ചയായിട്ടും അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ ഉപയോഗിക്കണം അല്ലെ. അപ്പൊ അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെ കുറിച്ചിട്ടാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഫീൽഡ് പഠിച്ചതുപോലെ തന്നെ ഡൈപോളിന്റെ കേസിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും ഒരു പോയിന്റ് ചാർജിന്റെ കേസിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ കപ്പാസിറ്റൻസിനെ കുറിച്ചിട്ടും അതുപോലെ കപ്പാസിറ്ററിന്റെ പല വിധത്തിലുള്ള അറേഞ്ച്മെന്റുകളെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? ആദ്യം തന്നെ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയാനായിട്ട്, അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ ചിന്തിക്കാം. നമുക്ക് എല്ലാവർക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ചൊക്കെ അറിയാം അല്ലെ. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആവട്ടെ അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് ഫോഴ്സ് ആവട്ടെ, അതിന് എതിരെയായിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ, ആ ഒരു ഫോഴ്സിനെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ, നമ്മളൊരു ബോഡിനെ മൂവ് ചെയ്യിക്കാൻ നോക്കും. എന്താണ്? നമ്മൾ തീർച്ചയായിട്ടും അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം അല്ലെ. ആ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ അവിടെ വർക്ക് ചെയ്യുകയാണ് അല്ലെ. ഓക്കെ, അപ്പോൾ ആ വർക്ക് ആ ഒരു ബോഡിയിൽ എന്തായിട്ട് സ്റ്റോർ ആകും? അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡില് ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനായിട്ട്, ഓക്കെ, അതും ആ ഒരു ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ, ആ ഒരു ചാർജിനെ, ഒബ്ജക്റ്റ് എന്നാണ് അവിടുത്തെ ചാർജ് ആണ്, ആ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാനായിട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിക്കണം. അവിടെ ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരുന്നു അല്ലേ. അപ്പോൾ അവിടെയും എന്താണ്? ഇതുപോലെ തന്നെ അവിടെയും നമുക്ക് എന്ത് പറയാം? ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ കാര്യം നമുക്ക് അവിടെ അങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെ തന്നെയാണ് അതൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്ന് പറയാം. ഓക്കെ, എന്തുകൊണ്ടാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ കേസിൽ അവിടെ നമ്മൾ ആ ഒരു വർക്ക് ചെയ്തത്, ആ ഒരു ബോഡി മേലെ വർക്ക് ചെയ്തത്, അത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, ആ ഒരു ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ബോഡിക്ക് ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു അല്ലെ. അപ്പൊ സം ഓഫ് എന്തിന്റെ സമ്മാണ്? പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഫോഴ്സ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? കൺസർവേറ്റീവ് ആണെന്ന് പറയാം ഫോഴ്സ്. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് പാത്തിനെ എന്ത് ചെയ്യുന്നില്ല, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് പാത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ പറയാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പറയുമ്പോൾ അവിടെ നമുക്ക് ചാർജിന്റെ പൊട്ടൻഷ്യൽ പറയാൻ സാധിക്കും. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ കേസിൽ അവിടെ മാസ് ആണ്, ഇവിടെ ചാർജ് ആണ്. രണ്ടിനും എന്തുണ്ട്? ഒരു ഇൻവേഴ്സ് സ്ക്വയർ ലോ അല്ലെ. അതായത് രണ്ടും എങ്ങനെയാണ് ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അവർ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, ഇൻവേഴ്സ് സ്ക്വയർ ലോ രണ്ട് ഫോഴ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് ഫോഴ്സുകളും ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, മാസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അവിടെ മാസ് ആണെങ്കിൽ ഇവിടെ ചാർജ് ആണ്. അതുപോലെ തന്നെ നമുക്കപ്പോൾ എന്ത് പറയാം? എങ്ങനെയാണോ നമ്മൾ മാസിന് ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ എന്തുള്ളത്? ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഉള്ളത്, അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക് ഫീൽഡിൽ ചാർജിന്റെ ആ ഒരു പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എന്തിനാണ് നമ്മളിപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ കാര്യം പറഞ്ഞത്? ആ ഒരു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ പോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ കാര്യവും പറയാം എന്നുള്ളത് പറഞ്ഞു തരാനായിട്ടാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ കേസിലേക്ക് വരാം. ഇങ്ങനെ കരുതുക, Q എന്ന് പറയുന്ന ഒരു ചാർജ്. ഓക്കെ, അപ്പൊ എന്താണ്? ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് കരുതുക. അവിടെ Q എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്. ഓക്കെ, എന്താണ് അവിടെ ഉള്ളത്? Q എന്ന് പറയുന്ന ഒരു ചാർജ് അവിടെ വെച്ചിട്ടുണ്ട് എന്ന് കരുതുക. അത് ഒറിജിനിൽ വെച്ചിരിക്കുന്നു. അതിൽ നിന്ന് ഒരു ഡിസ്റ്റൻസിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ, ഈ ഒരു ഡിസ്റ്റൻസിൽ. ഓക്കെ, ഇതൊരു പോയിന്റ് P ആണ്. ഈ പോയിന്റ് Pയിൽ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് കരുതുക. ഇനി ഇൻഫിനിറ്റിയിൽ നിന്ന്, ദൂരെ നിന്ന്, ഓക്കെ, വളരെ ദൂരത്ത് നിന്ന്, ഇൻഫിനിറ്റിയിൽ നിന്ന് എനിക്കൊരു ചാർജ് Q, നമുക്കതൊരു പോസിറ്റീവ് ചാർജ് ആയിട്ട് തന്നെ കരുതാം. ആ ഒരു ചാർജിനെ എനിക്ക് എങ്ങോട്ട് കൊണ്ടുവരണം? ഈ ഒരു P എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ,
ക്ലിയർ ആണല്ലോ? എന്താ പറഞ്ഞിരിക്കുന്നത്? Q എന്ന് പറയുന്ന ചാർജ് ഒറിജിനിൽ വെച്ചിട്ടുണ്ട്, അത് P എന്ന് പറയുന്ന പോയിന്റിൽ, അത് R ഡിസ്റ്റൻസിൽ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്ന് നമുക്ക് കരുതാം. ഓക്കെ, R ഡിസ്റ്റൻസിൽ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇനി Q എന്ന് പറഞ്ഞ ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ ഒരു P എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? അവിടെ ഒരു വർക്ക് ചെയ്യണം അല്ലേ? അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യണം. ആ എക്സ്റ്റേണൽ ഫോഴ്സ് തന്നെയാണ് അവിടുത്തെ വർക്ക് ഡൺ എന്ന് നമ്മൾ പറയുക. ക്ലിയർ ആണല്ലോ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം എ പോയിന്റ് ഇൻ ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ അസോസിയേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത പൊട്ടൻഷ്യലിനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഓക്കെ, എന്താണ്? എല്ലാ ഫീൽഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമുക്ക് പറയാം. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്താ വരുന്നത്? ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിന്റെ എല്ലാ പോയിന്റിലും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്തുണ്ടാവും? ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും അല്ലേ? ഇനി ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എങ്ങനെ പറയാം? It is the work done by an external agent in moving a unit positive charge from infinity to that point against the electric field. ഓക്കെ, ഇൻഫിനിറ്റിയിൽ നിന്ന് ആ പോയിന്റിലേക്ക് ആ ഒരു ചാർജിനെ, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ? ഇവിടെ ഇരിക്കുന്ന Q എന്ന് പറഞ്ഞ ചാർജിനും പോസിറ്റീവ് ചാർജ് ആണുള്ളത്. ഈ നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനും പോസിറ്റീവ് ചാർജ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം റിപ്പൾസീവ് ഫോഴ്സ് ആണ് അല്ലേ? ആ ഒരു ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നത്. റിപ്പൾസീവ് ഫോഴ്സിന് എതിരെയായിട്ട് വർക്ക് ചെയ്യണം. നമുക്കറിയാം അവിടെ ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്, അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഇലക്ട്രിക് ഫോഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അവിടെ എന്താ നമുക്ക് പറയാനുള്ളത്? ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് പോലെ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഒരു കുറേ അധികം ചാർജസ് കാരണമുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അതിനെ ആഡ് ചെയ്താൽ മതി, സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാർജ്, ഓക്കെ, ഈ ഒരു ചാർജ് കാരണം ഈ ക്യൂക്ക്, ഓക്കെ, ആ ക്യൂവിൻ്റെ ഇപ്പോഴുള്ള കോൺഫിഗറേഷന് ഒന്നും തന്നെ വ്യത്യാസം വരുന്നില്ല. നമ്മൾ എന്താ പറഞ്ഞത്? ഇവിടെയുള്ള ഫോഴ്സ്, ഇവിടെ ഓൾറെഡി ഒരു ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട് ഈ ഒരു ചാർജ് കാരണം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഇലക്ട്രിക് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ? അപ്പോൾ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്താന്ന് പറയാം? നെറ്റ് ഫോഴ്സ് 0 ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? 0 ആയിട്ട് മാറും. അല്ലെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് സ്പീഡിലാണ് ചാർജിനെ നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ ചാർജിനെ നമ്മൾ കൊണ്ടുവരുന്നത് എന്നും കൂടി നമുക്ക് ഇവിടെ പറയണം. ഓക്കെ, അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത്? എന്താണെന്ന് നമുക്ക് മനസ്സിലായി. The work done by an external agent in moving a unit positive charge from infinity to that point against the electric field. Okay, അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യലിനെ നമുക്ക് എങ്ങനെ എഴുതാം? വർക്ക് ബൈ ചാർജ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. അതല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, V is equal to ഇൻഫിനിറ്റിയിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്ക്, ഇൻഫിനിറ്റിയിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരണം. E ഡോട്ട് dx എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി E ഡോട്ട് dxനെ നമുക്ക്, അത് ഇയും dxും രണ്ടും വെക്ടേഴ്സ് തന്നെയാണ്. ഓക്കെ, ആ ഒരു വെക്ടർ ഫോം മാറ്റിയിട്ട് നമുക്ക് എഴുതാം. രണ്ടും ഇനി ഇവിടെ ഒരു നെഗറ്റീവ് സൈനും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് ആ നെഗറ്റീവ് സൈൻ വരുന്നത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചാർജിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. എന്നാൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്നാൽ ആ ഒരു ചാർജ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു ഡിസ്റ്റൻസിലാണ്. ഓക്കെ, ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷനിലേക്കാണ് ചാർജ് മൂവ് ചെയ്യുന്നത്. dx വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിന്റെ ചെറിയ ഡിസ്പ്ലേസ്മെന്റ്, ചാർജ് ഇവിടെ നിന്ന് ഇത്തിരി ദൂരം നീക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ അതിനെ നമുക്ക് E ഡോട്ട് dx എന്ന് പറയാം. ഓക്കെ, ആ ഒരു വെക്ടർ സൈൻ മാറ്റിയിട്ട് നമുക്ക് അതിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? V is equal to integral infinity to r minus E dx എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇത്തരത്തിലും
പൊട്ടൻഷ്യൽ എക്സ്പ്രഷൻ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നുള്ളത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാനായിട്ട് അവിടെ ചെയ്യുന്ന വർക്ക് ഡണ്ണിനെ നമുക്ക് എന്ത് വിളിക്കാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കാം. ഓക്കെ, എപ്പോഴും നമ്മൾ എന്താ കൺസിഡർ ചെയ്യാറ്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കാനുള്ള വർക്ക് ഡൺ ആണ്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. അവിടെയുള്ള ഈ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് ഈ കാണുന്നത്. പ്ലസ് ക്യൂ 0 കൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെന്താ ചെയ്യുന്നത്? നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അവിടെ ഒരു വർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഒരു വർക്കാണ്, ആ ഒരു വർക്ക് ഡൺ എത്രയാണോ അതാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ശ്രദ്ധിക്കുക, പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റും പൊട്ടൻഷ്യൽ ഡിഫറൻസും വ്യത്യസ്തമാണ്. ഓക്കെ, പൊട്ടൻഷ്യൽ എന്നാൽ ഇൻഫിനിറ്റിയിൽ നിന്ന് ആ ചാർജിനെ കൊണ്ടുവരാൻ വേണ്ടുന്ന വർക്ക് ഡൺ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോയിന്റിൻ്റെ ഇടയിൽ ആ ഒരു ചാർജസിനെ മൂവ് ചെയ്യാനായിട്ട്, ഓക്കെ, ആ ഒരു ചാർജ്, ആ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിക്കാനായിട്ടുള്ള എന്താണ്? വർക്ക് ഡൺ ആണ്. ഓക്കെ, വോൾട്ട് ആണ് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. എന്തായിരുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസ്? നമ്മൾ അത് ഇവിടെ കണ്ടു. അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ളതും നമ്മളിവിടെ കണ്ടിരിക്കുന്നു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ, ഇതിൻ്റെയൊക്കെ യൂണിറ്റ് എന്താണ്? വോൾട്ട് ആണ്. ഓക്കെ, ആ ഒരു വോൾട്ടിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ആ വോൾട്ടിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാം? നമുക്കറിയാം, ഒരു ചാർജിനെ വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ, വി വോൾട്ട് പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കാൻ എന്ത് വേണം? വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ എഴുതാം? വി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. ഡബ്ല്യു എന്താണ്? വർക്ക് ഡൺ ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചാർജ് ആണ്. ഓക്കെ, സോ നമുക്ക് എഴുതാം വർക്ക് ഇസ് ഈക്വൽ ടു ക്യൂ വി എന്ന് എഴുതാം, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ എന്ന് നമുക്ക് എഴുതാം. ഇനി അവിടുത്തെ ആ ഒരു വർക്ക് എന്ന് പറയുന്നത്, ഇതിൻ്റെ യൂണിറ്റ് ഒന്ന് എഴുതിയേക്കാം. വർക്ക് ജൂൾ പെർ കുളോം. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ജൂൾ കുളോം റേസ്ഡ് -1 എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ്, ഇനി 1 വോൾട്ട് എന്ന് നമുക്ക് എപ്പോൾ പറയാൻ സാധിക്കും? ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇസ് 1 വോൾട്ട്. 1 വോൾട്ട് വന്നെങ്കിൽ വർക്ക് ഡൺ എന്താവണം? 1 ജൂൾ ആവണം. അതുപോലെ തന്നെ ചാർജ്, ഓക്കെ, ചാർജ് എന്ന് പറയുന്നത് 1 കുളോംബ് ആവണം. ക്യൂ ചാർജ് എന്ന് പറയുന്നത് 1 കുളോംബ് ആവുന്ന അവസരത്തിൽ വോൾട്ട് എന്തായി മാറുന്നു? 1/1. വോൾട്ട് എന്ന് പറയുന്നത് 1 വോൾട്ട് ആയിട്ട് മാറുന്നു. ഓക്കെ, സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇസ് 1 വോൾട്ട് if a work of 1 joule is done in taking 1 coulomb charge from one point to another against the electric field. ഓക്കെ, എന്താണ്? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ അവിടെ 1 ജൂൾ ഓഫ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും 1 കുളോംബ് ഓഫ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താന്ന് പറയാം? അവിടുത്തെ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 1 വോൾട്ട് ആയിരിക്കും. ഓക്കെ, പൊട്ടൻഷ്യൽ എന്താണെന്നും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇനി നമ്മൾ എന്താ കാണാൻ പോകുന്നത്? നമ്മൾ എപ്പോഴത്തെ പോലെയും സ്റ്റാർട്ടിങ് ഏറ്റവും കുഞ്ഞു കാര്യത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ പോയിന്റ് ചാർജ്. ഓക്കെ, നമ്മുടെ പോയിന്റ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഓക്കെ, പോയിന്റ് ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ എന്താണ്? പോയിന്റ് ചാർജ് എന്നുള്ളത് ഞാൻ ഇനി ഓർപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താണ്? അവരുടെ ഇപ്പൊ പോയിന്റ് ചാർജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ അല്ലെ. ആ ഡിസ്റ്റൻസിനേക്കാളും അവരുടെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ചാർജുകൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഡിസ്റ്റൻസ് ഉണ്ടാവും. സെപ്പറേഷൻ ഡിസ്റ്റൻസിനേക്കാളും വളരെ വളരെ കുറവായിരിക്കും ഈ ഒരു ചാർജിന്റെ സൈസ് എന്ന് പറയുന്നത്. അത്തരം ചാർജുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോയിന്റ് ചാർജസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നോക്കാം നമുക്ക് എങ്ങനെയാണ് പോയിന്റ് ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യുന്നു. ക്യൂയിൽ നിന്ന് r അകലത്തിലാണ്. ക്യൂ പ്ലസ് ക്യൂ ഒരു ചാർജ് നമുക്ക് അവിടെ ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ക്യൂ പ്ലസ് ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഈ ഒരു ഡയറക്ഷനിൽ പി എ എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ക്യൂവും പിയും തമ്മിൽ r അകലത്തിലാണ്. അതുപോലെ തന്നെ പ്ലസ് ക്യൂവും എ എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. അത് നമ്മുടെ പ്ലസ് ക്യൂവിൽ നിന്ന് x അകലത്തിലാണുള്ളത്. ഓക്കെ,
ഡി എക്സ് കാണിച്ചിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് എന്ന് പറയുന്ന കുഞ്ഞു ദൂരം ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെയുള്ള പൊട്ടൻഷ്യൽ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ, എങ്ങനെയാണ് ഇവിടുത്തെ ആ ഒരു ചാർജിന്റെ അറേഞ്ച്മെന്റ് എന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇനി എന്താ ആദ്യം പറയേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ്. ഉറപ്പായും ആ പ്ലസ് ക്യൂ ചാർജ് കാരണം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ട് അല്ലേ? ആ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, എയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നോക്കിക്കോളൂ. എയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് എന്ത്? 1/4πε0 Q/x². ഓക്കെ, ഇനി ആ ഒരു യൂണിറ്റ് ചാർജ് എന്തിനു ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യിക്കുന്നു? നമുക്ക് എയിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? ഇവിടെ നിങ്ങൾക്ക് കാണാം, കണ്ടോ? പോസിറ്റീവ് ചാർജ്. നമ്മുടെ എയിൽ ഒരു പോസിറ്റീവ് ചാർജ് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് കരുതുക. ഓക്കെ, ഒരു പോസിറ്റീവ് ചാർജ് ഞാൻ ഇവിടെ എയിൽ വെച്ചിട്ടുണ്ട് എന്ന് കരുതുക. അതിനെ ഇങ്ങോട്ട് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിനെ ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യിക്കണം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? ഉറപ്പായും ഒരു വർക്ക് ചെയ്യണം അല്ലേ? ഡി എക്സ് ഡിസ്റ്റൻസ് ആ ഒരു ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിനെ ഓപ്പോസിറ്റ് മൂവ് ചെയ്യിക്കണമെങ്കിൽ വർക്ക് ഡൺ എന്താണ്? dW which is equal to മൈനസ് ഇ ഡി എക്സ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം അല്ലേ? ഇനി അവിടുത്തെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? പിയിലുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കിക്കേ എങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. പൊട്ടൻഷ്യൽ അറ്റ് പി. ഓക്കെ, സോ വി പൊട്ടൻഷ്യൽ അറ്റ് പി എഴുതാം നമുക്ക്. പൊട്ടൻഷ്യൽ അറ്റ് പി, സോ വി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഇ ഡി എക്സ് എന്ന് എഴുതാം അല്ലേ? ഇ ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം. ആദ്യം വെക്റ്റർ ഫോമിൽ എഴുതിയിട്ട് നമുക്ക് അത് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുത്തുകൊണ്ട് ഒന്ന് എഴുതാം. ഓക്കെ, ഇ ഡി എക്സ് എന്ന് എഴുതാം. നമ്മൾ നേരത്തെ എഴുതിയപ്പോൾ കാണിച്ചായിരുന്നു, നെഗറ്റീവ് ഇട്ടിട്ട് ആ ഒരു വെക്റ്റർ ഫോം മാറ്റിയിട്ട് കാണിച്ചായിരുന്നു അല്ലെ? ഇ ഡി എക്സ് എഴുതിയാലും മതി. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിനെ ഞാനൊന്ന് ഇ ഡി എക്സ് തന്നെ ആക്കി എഴുതുവാണ്. ഓക്കെ, നമുക്ക് എഴുതാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇ ഡി എക്സ് മൈനസ് ഉണ്ടല്ലേ? ഇവർ തമ്മിൽ ഇയും ഡി എക്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതുകൊണ്ട് അവിടെ ഒരു നെഗറ്റീവ് സൈൻ വരുന്നുണ്ട്. സോ നമുക്ക് എഴുതാം വി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ആർ. ഓക്കെ, ആ മൈനസ് ഞാനിവിടെ ആദ്യമേ ഫോർമുല എഴുതി, പക്ഷെ മൈനസ് ഉണ്ട്. ആ മൈനസ് ആണ് ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇയുടെ ഫോർമുല എന്താണ്? 1/4πε0 Q/x² dx എന്നാണ് വരുന്നത് അല്ലേ? ഇനി എന്തിന് വിത്ത് റെസ്പെക്റ്റ് ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്? ബാക്കിയെല്ലാം നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് v is equal to minus Q/4πε0 integral from infinity to r 1/x² dx. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ശ്രദ്ധിച്ചോളാം, 1/x² dx എന്ന് പറയുമ്പോൾ 1/x² dxന്റെ ഇന്റഗ്രൽ എന്താണ് വരുന്നത്? ഓക്കെ, അവിടെ വേറൊരു കളറിൽ എഴുതാം നമുക്ക്. എന്താണ് 1/x² നമുക്ക് എഴുതാം which is equal to എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ x raised to -2 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ അവിടെ ഇന്റഗ്രൽ x raised to -2 വരുന്നത് x raised to -2 plus 1/-2 plus 1 എന്നതാണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? x raised to -1/-1 എന്നതാണ് അവിടുത്തെ ആൻസർ. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ജസ്റ്റ് റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എഴുതാം -1/x അല്ലേ? ആ ഒരു -1/x ഇങ്ങോട്ടേക്ക് എഴുതി കഴിയുമ്പോഴത്തേനും ഈ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ നമുക്ക് എഴുതാം v is equal to -Q/4πε0. ഇന്റഗ്രലിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? -1/x എന്ന് കിട്ടി. ലിമിറ്റ് എന്താണ്? 0 അല്ല, ഇൻഫിനിറ്റി ടു r. ഓക്കെ, ഇൻഫിനിറ്റി മുതൽ r വരെയാണ് അവിടുത്തെ ലിമിറ്റ്. ഇനി അതൊന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും വി ഗെറ്റ് മൈനസ് പോസിറ്റീവ് ആയിട്ട് മാറുന്നു അല്ലേ? അപ്പോൾ Q/4πε0 ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും 1/r -1/∞.
ഓക്കെ 1/r മൈനസ് 1/ഇൻഫിനിറ്റി എന്ന് ലഭിക്കുന്നു. 1/ഇൻഫിനിറ്റി 0 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എന്തായി മാറുന്നു? V is equal to Q/4πε0 1/r എന്ന് എഴുതാം. അല്ലെങ്കിൽ V is equal to 1/4πε0 Q/r നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ആറുമായിട്ട് എന്താണ് വിയും ആറുമായിട്ട് ഒരു ഇൻവേഴ്സ് ഡിപ്പെൻഡൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ ആ ഒരു ഡിസ്റ്റൻസ് എന്താണ്? സ്ക്വയർ ആയിരുന്നു, സ്ക്വയർ ഡിപ്പെൻഡൻസ് ആയിരുന്നു. ഇൻവേഴ്സ് അതുപോലെ ഇൻവേഴ്സ് ഡിപ്പെൻഡൻസ് ആയിരുന്നു ആൻഡ് സ്ക്വയർ ഡിപ്പെൻഡൻസ് ആയിരുന്നു. ഓക്കെ, ഇൻവേഴ്സ് സ്ക്വയർ ഡിപ്പെൻഡൻസ് ആയിരുന്നു. ഇവിടെ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ആ ഒരു ഡിസ്റ്റൻസിന്, എന്നാലും സ്ക്വയർ ഡിപ്പെൻഡൻസ് ഇല്ല. ഓക്കെ, ആറിനെ ഇൻവേഴ്സ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. ക്ലിയർ ആയാലും എന്താണ് ഇതിന്റെ ഒരു എക്സ്പ്രഷൻ എന്നുള്ളത്? ഇവിടെ എന്ത് ചാർജ് ആയിരുന്നു? പോസിറ്റീവ് ചാർജ് ആയിരുന്നു. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചത്? അവിടെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ ഓക്കെ, അപ്പൊ എന്താണ് നമ്മളിവിടെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് കണ്ടത്? ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പോസിറ്റീവ് തന്നെയായിരിക്കും. ഇനി അതുപോലെ തന്നെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വർക്ക് ഡണ്ണും നമുക്ക് അതുപോലെ തന്നെ പറയാം. ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ്, വർക്ക് ഡണ്ണും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യലും നെഗറ്റീവ് ആയിരിക്കും, വർക്ക് ഡണ്ണും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ ആദ്യമേ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറഞ്ഞപ്പോൾ അവിടെ വർക്കിന്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് അത് ഇവിടേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് നമ്മൾ കണ്ടത്? ഇപ്പൊ നമ്മൾ കണ്ടു ഇതിൽ നിന്ന് ഉള്ള മറ്റൊരു ഇന്റർപ്രിട്ടേഷൻ ആണ്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഫോർ പോസിറ്റീവ് ചാർജിന്റെ മിനിമം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, മിനിമം പൊട്ടൻഷ്യൽ 0 ആണ്, അത് ഇൻഫിനിറ്റിയിലാണ് ആകുന്നത്. ഓക്കെ, അപ്പൊ ഇൻഫിനിറ്റിയുടെ വാല്യൂ വരുമ്പോഴത്തേനും പൊട്ടൻഷ്യൽ എന്തായിട്ട് മാറുന്നു? 0 ആയിട്ട് മാറുന്നു. ഇവിടെ നിന്നത് ക്ലിയർ ആണ്. ഓക്കെ, നമ്മളവിടെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴത്തേനും അവിടെ വാല്യൂസ് കൊടുത്തായിരുന്നു അല്ലെ? ഇൻഫിനിറ്റി ടു r, അതിലെ ഇൻഫിനിറ്റി എന്ന് പറയുന്ന വാല്യൂയിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, r ഇൻഫിനിറ്റി ആയിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടുത്തെ വാല്യൂ 0 ആയിട്ട് മാറുന്നു. പോസിറ്റീവ് ചാർജിന്റെ കേസിൽ അതാണ് അവിടുത്തെ ഏറ്റവും കുറഞ്ഞ വാല്യൂ, മിനിമം വാല്യൂ. ഓക്കെ, എന്നാൽ നെഗറ്റീവ് ചാർജിന് മാക്സിമം പൊട്ടൻഷ്യൽ എവിടെ വരെയാണ്? മാക്സിമം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിന്റെ കേസിൽ അത് 0 ആണ്. അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഏത് വാല്യൂവിനാണ്? r ഇൻഫിനിറ്റി ആകുമ്പോഴാണ് നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നത്? അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. എന്തിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്? ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നും പൊട്ടൻഷ്യൽ എങ്ങനെയാണ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നും നമുക്കറിയാം അല്ലേ? ആദ്യം അതിൻ്റെ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. E is equal to 1/4πε0 Q/r² എന്ന് നമുക്ക് പറയാം. എന്നാൽ പൊട്ടൻഷ്യൽ എന്താണ്? പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു 1/4πε0 Q/r എന്നതാണ് പൊട്ടൻഷ്യൽ വരുന്നത് അല്ലേ? ഓക്കെ, ഇതാണ് അവിടുത്തെ ചാർജ് എന്നുണ്ടെങ്കിൽ, Q ആണ് അവിടുത്തെ ചാർജ് എന്നുണ്ടെങ്കിൽ ഇന്റെ ഫോർമുല ഇതാണ്, പൊട്ടൻഷ്യലിന്റെ ഫോർമുല ഇതാണ്. അപ്പോൾ ഈ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആറിനെ E പ്രപ്പോർഷണൽ ടു 1/r², അതുപോലെ തന്നെ V പ്രപ്പോർഷണൽ ടു 1/r അല്ലേ? അപ്പോൾ ഇത്തരത്തിലാണ് ആ റിലേഷൻ വരുന്നത്. നോക്കിക്കേ, അപ്പോൾ ഗ്രാഫിൽ നിന്നത് ക്ലിയർ ആണോ എന്നുള്ളത് നോക്കിക്കേ. ആ ഒരു ബ്ലൂ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ബ്ലൂ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ പൊട്ടൻഷ്യലിനെയാണ്. എന്തൊക്കെയാണ്? ഈ ഒരു എക്സ് ആക്സസും വൈ ആക്സസും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ് ആക്സസ് കാണിച്ചു തരുന്നത് ഉറപ്പായിട്ടും ഡിസ്റ്റൻസിനെയാണ് അല്ലേ? ആ ഒരു ഡിസ്റ്റൻസ്. ഇനി ഈ ഒരു വൈ ആക്സസ് കാണിച്ചു തരുന്നത് എന്താണ്? അത് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂസും അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, പൊട്ടൻഷ്യൽ വാല്യൂസും അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാഫ് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. നോക്കിക്കേ, രണ്ടും ഡിക്രീസിങ് ആയിട്ടുള്ള ഗ്രാഫാണ് അല്ലേ? ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലും ഡിക്രീസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഡിപ്പെൻഡൻസ് എങ്ങനെയാണ്? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഡിക്രീസിങ് വാല്യൂ ഇലക്ട്രിക് ഫീൽഡിനേക്കാളും കുറച്ചും കൂടി ഹയർ ആണ് ആർക്ക് എന്ന് പറയുന്നത്, നമ്മുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എന്നാൽ ഇലക്ട്രിക് ഫീൽഡിന് എന്ത് ഡിപ്പെൻഡൻസ് ആണ്? r² ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗ്രാഫ് ഒരു പൊട്ടൻഷ്യലിനേക്കാളും കുറച്ചും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? താഴേക്ക് വന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് എന്താണ്? ആറിൻ്റെ എങ്ങനെയാണ് ആറിൻ്റെ ആ ഒരു ഡിപ്പെൻഡൻസ് ഗ്രാഫിക്കലായിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിലും പൊട്ടൻഷ്യലിൻ്റെ കേസിലും നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അടുത്തതായി പൊട്ടൻഷ്യൽ ബേസ് ചെയ്തിട്ട് ന്യൂമറിക്കൽ നോക്കാം. എന്താ തന്നിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് P ഡ്യൂ ടു എ ചാർജ് ഓഫ് 4 × 10⁻⁷ കുളോംബ് ലൊക്കേറ്റഡ് 9 സെന്റിമീറ്റർ അവേ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ നമുക്ക് തന്നിരിക്കുന്നത്? ചാർജ് തന്നിട്ടുണ്ട് അല്ലേ?
ഓക്കെ, അപ്പോൾ നമുക്ക് ചാർജ് തന്നിട്ടുണ്ട്. ചാർജ് എന്ന് പറയുന്നത് Q is equal to 4 × 10⁻⁻7 കൂളോംബ് ആണ്. ഇനി പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, ഏത് പോയിന്റിലാണോ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടത് അത് എത്രയാണ്, അതെന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പം 9 സെൻറ്റിമീറ്ററെ നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം 9 × 10⁻². ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ ഇക്വേഷൻ V is equal to 1/4πε0 Q/r എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം 1/4πε0യുടെ വാല്യൂ എന്താണ്, 9 × 10⁻9 ഇൻറ്റു എന്തെഴുതാം നമുക്ക് Q/r അല്ലേ. Q എന്ന് പറയുന്നത് 4 × 10⁻⁻7 ഡിവൈഡഡ് ബൈ 10 ഒന്ന് കറക്റ്റ് ആക്കി എഴുതാം. 4 × 10⁻⁻7 ഡിവൈഡഡ് ബൈ r വാല്യൂയും കൂടി നമുക്ക് അവിടെ ഇട്ട് കൊടുക്കണം. 7 ഡിവൈഡഡ് ബൈ എന്താണ് r വാല്യൂ, 9 × 10⁻². ഓക്കെ, അപ്പം ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താ കിട്ടുന്നത്, സിമ്പിളാണ്. ആ ഒരു പവറുകൾ മാത്രം നോക്കിയാൽ മതി. 4 × 10⁻⁻7 + 2. ഓക്കെ, അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടും 10⁻⁴. ഓക്കെ, അപ്പോൾ 4 × 10⁻⁴ വോൾട്ട് എന്ന് വരും. ക്ലിയർ ആണല്ലോ ഏത് ഇക്വേഷനിലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്നും അത് എങ്ങനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് എത്തിയതും എന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബി പാർട്ടാണ്. ക്വസ്റ്റിൻ്റെ ബി പാർട്ട് എന്താണെന്ന് നോക്കാം. എന്താണ്, ഹെൻസ് ഒബ്റ്റെയിൻ ദി വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ഓഫ് 2 × 10⁻⁻9 കൂളോംബ് ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ് P. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതോടൊപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡസ് ദി ആൻസർ ഡിപ്പെൻഡ് ഓൺ ദി പാത്ത് അലോങ് വിച്ച് ചാർജ് ഇസ് ബ്രോട്ട്. ഓക്കെ, അപ്പോൾ ചാർജ് കൊണ്ടുവരുന്ന പാത്തിനെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ആ ആൻസർ എന്തനുസരിച്ച് നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു പാത്ത് അനുസരിച്ച് വേരി ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് വർക്ക് ഡൺ പറയാം. അറിയാലോ, ഒരു ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് പൊട്ടൻഷ്യൽ നമ്മൾ ഡിഫൈൻ ചെയ്യാറ്. അപ്പോൾ വർക്ക് ഡണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാം, W is equal to QV. ഓക്കെ, അപ്പോൾ W എന്ന് പറയുന്നത് എന്താണ്, W is equal to Q. ചാർജ് എത്രയാണ്, 2 × 10⁻⁻9. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയാണ്, 4 × 10⁻⁴ വോൾട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. 4 × 10⁻⁴ വോൾട്ട്. അതിനെ ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും 4 × 10⁻⁴. സോ W is equal to 8 × 10⁻⁻5. വർക്കിൻ്റെ യൂണിറ്റ് എന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, ഇറ്റ്സ് ഗോയിങ് ടു ബി ജൂൾ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എഴുതി. ക്ലിയർ ആണല്ലോ, സിമ്പിളാണ്. എന്താ ചെയ്തത്, Q × V ചെയ്തു. നമ്മൾ കണ്ടുപിടിച്ച ആ പൊട്ടൻഷ്യൽ ചാർജിൻ്റെ കൂടെ എന്താ ചെയ്തത്, മൾട്ടിപ്ലൈ ചെയ്തു, ആൻസർ കിട്ടി. ഇനി ഈ ആൻസർ നമ്മുടെ ഈ ഒരു വർക്ക് ഡൺ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പൊട്ടൻഷ്യൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇല്ല. എന്താണ്, ഈ ആൻസർ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, അത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഏത് പാത്തിൽ കൂടി വരുന്നു എന്നുള്ളതിന് ഇവിടെ എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. അതിന് ആ ഒരു ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് എന്നുള്ളത് മാത്രമേ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ, ഈ ഒരു ആൻസറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ. അത് എന്താണ്, പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഡൈപോൾ കാരണമുള്ള പൊട്ടൻഷ്യലാണ്. ഓക്കെ, അപ്പോൾ വൈദ്യുത പൊട്ടൻഷ്യൽ ഡൈപോൾ. ഡൈപോൾ എന്താണ്, ഡൈപോൾ എന്നത് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഒരു ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അല്ലേ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, ഇതാണ് ആ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് എന്ന് കരുതുക. അവർ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ ഡിസ്റ്റൻസ് 2a ആണ്, അല്ലെങ്കിൽ ഡൈപോൾ ലെങ്ത് 2a ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ആ ഒരു പൊട്ടൻഷ്യൽ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കണ്ടുപിടിക്കാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇലക്ട്രിക് ഡൈപോൾ കാരണമുള്ള പൊട്ടൻഷ്യൽ. ഓക്കെ, ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ AB ആണ്. ഇവിടെ -Q + Q ഉണ്ട്. അവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a ആണ്. ഡൈപോൾ ലെങ്ത് സെൻട്രലിൽ നിന്ന് നമുക്കതൊന്ന് ഇവിടെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ AB സെൻട്രലിൽ നിന്ന് നമുക്ക് ഇത് A അകലത്തിലും ഇത് A അകലത്തിലുമാണെന്ന് പറയാം. ഇനി എവിടെയാണ് പോയിന്റ് ചൂസ് ചെയ്തിരിക്കുന്നത്, ഇവിടെയാണ് ഒരു പോയിന്റ് ചൂസ് ചെയ്തിരിക്കുന്നത്.
അത് ആക്സിയൽ ലൈനിലോ ഇക്വറ്റോറിയൽ ലൈനിലോ ഒന്നുമല്ല കേട്ടോ. എന്താണ് ആക്സിയൽ ലൈൻ? രണ്ട് ചാർജുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആക്സിയൽ ലൈൻ എന്ന് വിളിക്കുക. നമ്മൾ കാണും കേട്ടോ, ആക്സിയൽ ലൈനിൻ്റെ കേസിലും ഇക്വറ്റോറിയൽ ലൈനിൻ്റെ കേസിലും നമ്മൾ ഡൈപോളിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നതാണ്. ഇനി ഇക്വറ്റോറിയൽ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡൈപോളിനെ പകുതിയാക്കി മുറിക്കുന്ന ആ ഒരു ലൈനാണ് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ബൈസെക്ട് ചെയ്യുന്ന ലൈൻ. ബൈസെക്ട് ചെയ്യുന്ന ലൈനിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് ചൂസ് ചെയ്തിട്ട് അവിടുത്തെ പൊട്ടൻഷ്യലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കണ്ടുപിടിക്കാൻ പോകുന്നത് ഇക്വറ്റോറിയൽ ലൈനിൻ്റെ കേസിൽ. ഇവിടെ അങ്ങനെയൊന്നും അല്ലാത്തൊരു പോയിന്റ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അത് എത്ര ഡിസ്റ്റൻസിലാണ്? അത് ഒരു 6 ഡിസ്റ്റൻസിൽ അകലെയാണ് കേട്ടോ. അതൊരു 6 ഡിസ്റ്റൻസ് അകലെയാണ്. ഇനി നമുക്ക് പറയാം, നോക്കിക്കേ, ബി എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന് R2 ഡിസ്റ്റൻസ് അകലെയാണ്. എ എന്ന് പറയുന്നത് ആ ഒരു പോയിന്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? ജസ്റ്റ് ഒരു റഫ് ഫിഗർ ആണ് നമ്മൾ വരയ്ക്കുന്നത്. അതൊരു R1 ഡിസ്റ്റൻസ് അകലത്തിലാണ് കേട്ടോ. ഓക്കെ, ഇത് R2 ഡിസ്റ്റൻസിലും ഇത് R1 ഡിസ്റ്റൻസുമാണ്. പിയും എയും അതുപോലെ തന്നെ പിയും ബിയുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഈ സെന്റർ ഓഫ് ദി ഡൈപോളും പോയിന്റ് പിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ ഈ ഡൈപോളുമായിട്ട് ഒരു തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. തീറ്റ ആംഗിളിലാണ് അത് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ടോട്ടൽ പൊട്ടൻഷ്യൽ എഴുതാം. ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പി. ഓക്കെ, എന്തെഴുതാം? ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പി. എങ്ങനെ എഴുതാം? ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പി. പൊട്ടൻഷ്യൽ സ്കെയിലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പി ബി ഇസ് ഈക്വൽ ടു പ്ലസ് ക്യൂ കാരണവും അതുപോലെ തന്നെ മൈനസ് ക്യൂ കാരണവും ഉള്ളതാണ് അവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? വി പ്ലസ് ക്യൂ പ്ലസ് വി മൈനസ് ക്യൂ അല്ലേ? എങ്കിൽ വി പ്ലസ് ക്യൂ മൈനസ് വി മൈനസ് ക്യൂ എന്ന് എഴുതാം. നമുക്കത് ഇവിടെ എഴുതാം. വി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ക്യൂ ബൈ, കോമൺ ആയിട്ട് പുറത്തെടുക്കാം ഇതിനെ, ക്യൂ ബൈ 4πε0 1 ബൈ പ്ലസ് ക്യൂ ആരാ? പ്ലസ് ക്യൂ കാരണമുള്ള ഡിസ്റ്റൻസ് ഏതാ? പ്ലസ് ക്യൂവും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് R2. 1 ബൈ R2 മൈനസ് 1 ബൈ R1. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തിച്ചു. എന്നാലും നമുക്ക് എന്ത് വേണം? ഈ ഒരു പിയിലേക്കുള്ള ആ ഒരു ആറിൻ്റെ ടേംസിൽ R1നെയും R2നെയും നമുക്ക് എഴുതണം. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? R-നെയും R1നെയും കണക്ട് ചെയ്യാനായിട്ട് ആ ലൈൻ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് അത് നോക്കാം. എന്നിട്ട് R-ഉം R2വും തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? R1ഉം R-ഉം തമ്മിൽ നമുക്കൊന്ന് റിലേറ്റ് ചെയ്യിക്കണം. R1ഉം R-ഉം നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യിക്കാം? ഈ ലൈൻ പി സി, വി ഡ്രോ ദി ലൈൻ പി സി. ഓക്കെ, അപ്പോൾ എന്താണ്? ശ്രദ്ധിച്ചു കേട്ടോളാം. പി സി എന്ന് പറയുന്ന ലൈൻ നമ്മൾ വരയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഈ ഓയിൽ നിന്ന് ഇത്രയും ഒ സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഓക്കെ, ഇവിടത്തെയും ആംഗിൾ എന്ത് തന്നെയായിരിക്കും? തീറ്റ തന്നെയായിരിക്കും അവിടത്തെയും ആംഗിൾ. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് പറയാം R1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു പെർപെൻഡിക്കുലർ ആണ് കേട്ടോ. എങ്ങനെയാണ് ആ ലൈൻ വന്നതെന്നുള്ള മനസ്സിലായല്ലോ. നമ്മൾ ഒ സി എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേനും R1ഉം R-ഉം തമ്മിലുള്ള റിലേഷൻ കിട്ടും. ഓക്കെ, R1ഉം R-ഉം തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, അവർ തമ്മിൽ എത്ര വ്യത്യാസം ഇരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? R1ൽ നിന്ന് R-ലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഇത്തരത്തിൽ വരച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പെർപെൻഡിക്കുലർ ആണ് എ സി. ക്ലിയർ ആണല്ലോ? എ സി എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ നമ്മൾ പി ഒ എന്ന് പറഞ്ഞ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പി സിയിലേക്ക് വരച്ചു. ഓക്കെ, അപ്പോൾ R1ഉം R-ഉം തമ്മിലുള്ള ആ ഒരു റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എഴുതാം R1 എന്താണെന്ന് എഴുതാം. R1 is equal to R plus OC എന്ന് എഴുതിക്കൂടെ? ഓക്കെ, എന്തായിരുന്നു? R1 is equal to R plus OC എന്ന് നമുക്ക് എഴുതാലോ? എഴുതാം. അപ്പോൾ R പ്ലസ് ഒ സി എന്ന് എഴുതുമ്പോഴത്തേനും ഇനി ഒ സിനെ നമുക്കൊന്ന് റിലേറ്റ് ചെയ്യണം തീറ്റയുടെ ടേംസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തെടുക്കാം? കോസ് തീറ്റ എടുക്കാം. കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്? ഇത് എ ആണ്. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്തരത്തിൽ എഴുതാം? ഒ സി ബൈ എ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ OC is equal to A cos theta എന്ന് നമുക്ക് എഴുതാലോ? എഴുതാം അല്ലേ? അപ്പോൾ R1 is equal to R plus A cos theta എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്തത് R2ഉം R-ഉമായിട്ട്
കാൽക്കുലേറ്റ് ചെയ്യിക്കുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യുന്നു, ബിയിൽ നിന്ന് നേരെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇത്തരത്തിൽ ഇങ്ങനെയാണ് ഇവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ, വി ഡ്രോപ്പ് പെർപെൻഡിക്കുലർ ഫ്രം ബി ടു ദി ലൈൻ ഒ പി. അപ്പോൾ അത് എവിടെയാണ് കണ്ടുമുട്ടുന്നത്, ഇവർ എവിടെയാണ് കണ്ടുമുട്ടുന്നത്, ബിയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഒ പിനെ കണ്ടുമുട്ടുന്നത് ഡിയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, തീറ്റയുടെ ടേംസിലാക്കാനായിട്ട് കോസ് തീറ്റ എടുക്കാം. അതിന് മുന്നേ നമുക്ക് എഴുതാം, അത് കണ്ടാൽ അറിയാം, ആറിനേക്കാളും ചെറുതായി മാറും അല്ലേ, R2 അല്ലേ. അപ്പോൾ R2 നമുക്ക് എഴുതാം, R2 is equal to R മൈനസ് എത്രയാണ്, OD, R മൈനസ് OD. OD നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, കോസ് തീറ്റ എടുക്കാം. കോസ് തീറ്റ is equal to എങ്ങനെ എഴുതാം, OD by A. സോ OD is equal to A cos theta. അതിൽ നിന്ന് നമുക്ക് എഴുതാം R2 is equal to R മൈനസ് A cos theta. ഇതിനെ നമുക്ക് പൊട്ടൻഷ്യൽ ഇക്വേഷനിലേക്ക് കൊണ്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, R മൈനസ് A cos thetaയും R പ്ലസ് A cos thetaയും കിട്ടി, R1നും R2നും. ഓക്കെ, ഇനി നമുക്ക് എഴുതാം V is equal to Q by 4 pi epsilon 0 1 by എന്തായിരുന്നു, 1 by ഫസ്റ്റ് വന്നത് ആരായിരുന്നു, R2 അല്ലേ. 1 by R2 എന്ന് പറയുന്നത് 1 by R മൈനസ് A cos theta മൈനസ് 1 by R പ്ലസ് A cos theta. ക്ലിയർ ആണല്ലോ. R2 മൈനസ് R1 എന്നതായിരുന്നു, R2 മൈനസ് R1. R2 നമുക്ക് എങ്ങനെ കിട്ടി, R2 ഇത്തരത്തിൽ കിട്ടി, R1 എന്നത് R പ്ലസ് A cos theta എന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ജസ്റ്റ് അതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ Q ബൈ 4 പൈ എപ്സിലോൺ 0 ഇനി എന്ത് വരുന്നു, R പ്ലസ് A cos theta മൈനസ്, ഓക്കെ നമുക്കൊരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം, R മൈനസ് A cos theta divided by R minus A cos theta into R plus A cos theta. Okay, A plus B into A minus B. അപ്പോൾ നമുക്ക് എഴുതാം R square minus A square cos square theta. Okay, ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും, B is equal to Q by 4 pi epsilon 0 R plus A cos theta മൈനസ് R പ്ലസ് A cos theta അല്ലേ. അപ്പോൾ അത് ഓപ്പൺ ആക്കി എഴുതുമ്പോഴത്തേനും ആറും ആറും ക്യാൻസൽ ആയി പോകുന്നു. അത് നമുക്ക് എഴുതാം R പ്ലസ് A cos theta മൈനസ് R പ്ലസ് A cos theta ഡിവൈഡഡ് ബൈ R സ്ക്വയർ മൈനസ് A സ്ക്വയർ cos സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ക്യാൻസൽ ചെയ്യാം. 2A cos theta എന്ന് കിട്ടും. V is equal to Q by 4 pi epsilon 0. എന്താ പിന്നെ നമുക്ക് കിട്ടുന്നത്, 2A cos theta 2A cos theta by R square minus A square cos square theta എന്ന രീതിക്കായിരിക്കും നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, ഇവിടം വരെ എത്തി. ഇനി Q into 2A നമുക്ക് എങ്ങനെ എഴുതാം, Q into 2A നമുക്ക് എഴുതാം V is equal to Q into 2 എന്താണ്, ഡൈപോൾ മൊമെന്റ് ആണ് അല്ലേ. അപ്പോൾ 1 by 4 pi epsilon 0 എങ്ങനെ എഴുതാം, 2A into Q P cos theta by R square. അത് ഇങ്ങോട്ട് നീക്കി എഴുതാം കേട്ടോ. നമുക്കൊന്നും കൂടി എഴുതാം. എന്താ കിട്ടിയത്, ആ ഡൈപോൾ മൊമെന്റ് ടേംസിലേക്ക് ആക്കി നമ്മൾ അങ്ങ് എഴുതുവാണ്. എങ്ങനെയാണ് എഴുതുന്നേ, V is equal to 1 by 4 pi epsilon 0 P cos theta by R square minus A square cos square theta എന്നതായിട്ട് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ഇതാണ് ഒരു പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോളിന്റെ ആ ഒരു എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, P is equal to 1 by 4 pi epsilon 0 P cos theta by R square minus A square cos square theta. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാൻ സാധിക്കും.
അതായത് ആ ഒരു ഡൈപോളിന്റെ ലെങ്ത്. ഓക്കെ, ആ 2a എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ട് എടുക്കുകയാണ്. r എന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡൈപോളിന്റെ ലെങ്ത് സ്മോൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ടേമിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. v is equal to 1/4πε0 p cos theta by എന്തെഴുതാം നമുക്ക്? യെസ്, p cos theta by ഈ a സ്ക്വയർ ടേം അവിടെ നിന്ന് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ p cos theta by r സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്താണ് ആ ഒരു 2a ലെങ്ത്തിനെ നമ്മൾ r വെച്ച് കമ്പയർ ചെയ്തിട്ട് അത് 2a ലെങ്ത് വളരെ സ്മോൾ ആയിട്ട് കരുതി കഴിഞ്ഞാൽ ആ ഒരു 2a നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഇഗ്നോർ ചെയ്യാം. അങ്ങനെ നമുക്ക് ഇത്തരത്തിലൊരു എക്സ്പ്രഷൻ ലഭിക്കും. ഓക്കെ, എന്താണ് ഇപ്പൊ നമ്മൾ കണ്ടത്? ആ ഒരു P എന്ന് പറഞ്ഞ പോയിന്റിൽ ഇലക്ട്രിക് ഡൈപോൾ മൂലമുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4πε0 p cos theta by r square minus a square cos square theta എന്നതാണ് എക്സ്പ്രഷൻ. എപ്പോഴാണ് നമ്മൾ ആ ഒരു എന്റെ കേസ് ഇഗ്നോർ ചെയ്യുന്നതിന് മുന്നേ വരെ. ഓക്കെ, ആ ഒരു എന്റെ കേസ് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു എന്താണ് 1/4πε0 p cos theta by r square എന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് കേസ് ആണ്. രണ്ട് കേസ് എന്ന് പറയുന്നത് പോയിന്റ് ലൈസ് ഓൺ ദി ആക്സിയൽ ലൈൻ, പിന്നെ നെക്സ്റ്റ് കേസ് ഏതാണ്? പോയിന്റ് ലൈസ് അലോങ് ദി ഇക്വറ്റോറിയൽ ലൈൻ. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. The point lies on the axial line. Axial line എന്താണ്? A line passing through positive and negative charges of the electric dipole. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ചാർജസിലും കൂടി പാസ് ചെയ്യുന്ന ലൈനാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ എക്സ്പ്രഷൻ നമുക്കൊന്ന് എഴുതാം. എന്തായിരിക്കും കിട്ടുന്നത്? 1/4πε0 ആ ഒരു 2a ഡൈപോൾ ലെങ്ത് ഇഗ്നോർ ചെയ്തിട്ടുള്ള ടേം ആണ് എഴുതാൻ പോകുന്നത്. p cos theta by r square. ഇനി ഒന്ന് ആലോചിച്ച് ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ. ഓക്കെ, മൈനസ് q പ്ലസ് q ഉണ്ടെന്ന് കരുതുക. ഈ ഒരു കേസിൽ തീറ്റ എത്രയാണ്? ഈ ഒരു ലൈനിൽ തീറ്റ എത്രയാണ്? 0 ഡിഗ്രി ആണ് അല്ലെ? 0 ആണ്. സോ ഇപ്പൊ നമുക്ക് എഴുതാം v is equal to 1/4πε0 cos 0 ആണ്. ഓക്കെ, എന്ത് വരും? p എന്ന് തന്നെ വരും. p by r സ്ക്വയർ എന്നതായിട്ട് മാറും ഇവിടുത്തെ എക്സ്പ്രഷൻ. എവിടെയാണ്? ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ അവിടെ ഡൈപോൾ കാരണമുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4πε0 p by r സ്ക്വയർ. ഓക്കെ, തീറ്റ എങ്ങനെയാണ് വാനിഷ് ആയെന്നുള്ള ക്ലിയർ ആയല്ലോ. അപ്പോൾ എക്സ്പ്രഷൻ നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം. 1/4πε0 p by r square potential along the axial line. ഇനി v proportional to 1/r square. v എങ്ങനെയാണ് 1/r square proportional ആയത്? ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? എവിടെയാണ്? ഈ ഒരു ആക്സിയൽ ലൈനിന്റെ കേസിൽ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം v proportional to 1/r square. അല്ലാതെയും നമുക്ക് എന്താണ് പറയാം? നമുക്ക് നേരത്തെ കിട്ടിയ എക്സ്പ്രഷനിൽ നമുക്ക് മനസ്സിലാക്കാം v യും r ഉം എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി തന്നെയാണ്. r സ്ക്വയറിനെയാണ് v ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത്, അപ്പൊ ഇക്വറ്റോറിയൽ ലൈനിലുള്ള പൊട്ടൻഷ്യൽ എന്താ നമുക്ക് നോക്കാം. ഇക്വറ്റോറിയൽ ലൈൻ എന്താണ്? അപ്പൊ പെർപെൻഡിക്കുലർ ലൈൻ ഡ്രോൺ ഫ്രം സെന്റർ ഓഫ് എ ഡൈപോൾ. ഇത്തരത്തിലൊരു ഡൈപോൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ബൈസെക്ടർ തന്നെയാണ്. ഇത്തരത്തില് നമുക്കതവിടെ പറയാൻ സാധിക്കും. ഓക്കെ, ഇത്തരത്തില് പെർപെൻഡിക്കുലർ ലൈൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെയാണ് ആ പോയിന്റ് എന്ന് കരുതുക. അവിടെ തീറ്റ എത്ര ആയിട്ട് മാറുന്നു? തീറ്റ എന്ന് പറയുന്നത് 90 ആയിട്ട് മാറുന്നു. പെർപെൻഡിക്കുലർ ആണ്, തീറ്റ 90 ആയിട്ട് മാറുന്നു. സോ എന്ത് വരുന്നു? v is equal to 0. cos 90 എന്നത് 0 ആയിട്ട് മാറുന്നത് കൊണ്ട് തന്നെ v is equal to 1/4πε0 p cos theta by r square. cos 90 ആകുമ്പോഴത്തേനും മൊത്തം ഇക്വേഷനും 0 ആയിട്ട് മാറുന്നു. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ഡണിന്റെ വാല്യൂ എന്തായിരിക്കും? ഇങ്ങനെ ചിന്തിച്ചേ, നമുക്ക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ചാർജിനെ കൊണ്ടുവരാനായിട്ടുള്ള വർക്ക് ഡൺ തന്നെയാണ്. അങ്ങനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ ഡിഫൈൻ ചെയ്യാറ് അല്ലേ? അങ്ങനെയെങ്കിൽ ഇക്വറ്റോറിയൽ ലൈനിൽ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? നോ. അവിടെ എന്താണ്? അവിടെ തീർച്ചയായിട്ടും പൊട്ടൻഷ്യൽ 0 ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ 0 എന്നത് കാണിച്ചു തരുന്നത് എന്താണ്? അവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും തന്നെയാണ്. ഓക്കെ, പൊട്ടൻഷ്യൽ 0 ആയതുകൊണ്ട് എന്നുള്ളതല്ല, വർക്ക് ഡൺ അവിടെ എന്താണ്? വർക്ക് നമ്മൾ ചെയ്യേണ്ടി വരുന്നില്ല എന്നതാണ് v is equal to 0 എന്നത് നമ്മളെ കാണിച്ചു തരുന്നത്. ക്ലിയർ ആണല്ലോ? കാരണം എന്താണ്? ആ ചാർജിനെ കൊണ്ടുവരാനായിട്ടുള്ള വർക്ക് ആണ് അവിടുത്തെ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ that gives us the idea that work is 0.
ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്തായിരുന്നു അതിന്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. V is equal to 0 along the V is equal to 0, the potential along equatorial line is 0. Clear? ഇനി along the equatorial line potential due to an electric dipole is 0. ഓക്കെ, അതിന്റെ എക്സ്പ്രഷനും എന്താണ് അവിടെ തന്നിരിക്കുന്നത് എന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അതിനോടൊപ്പം തന്നെ വർക്ക് ഡണിന്റെ കേസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ പഠിച്ചത്? നമ്മൾ ഡൈപോൾ കാരണമുള്ള പൊട്ടൻഷ്യൽ നോക്കിക്കഴിഞ്ഞു. ഒരു ജസ്റ്റ് പി എന്ന് പറഞ്ഞ ആർ ഡിസ്റ്റൻസിലുള്ള പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചു. ആക്സിയൽ ലൈനിലുള്ള കാര്യവും ഇക്വറ്റോറിയൽ ലൈനിലെ ഡൈപോൾ കാരണമുള്ള പൊട്ടൻഷ്യലും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ.